കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധീഷിന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരിക്കും. കണ്ണടക്കുന്ന സമയത്തിന് നിധിയുടെ മുഖമാണ് അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. സങ്കടവും ദേഷ്യം നിറഞ്ഞ അവളുടെ ആ ഒരു മുഖം. അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ അവൾക്ക് അവനോടുള്ള അടങ്ങാനാവാത്ത വെറുപ്പ്. അവൻ അറിയാതെയൊന്ന് നെടുവീർപ്പിട്ടു. ഒരു നിമിഷം കണ്ണുകളിൽ നിന്നും ചൂടുള്ള കണ്ണുനീർ ഒഴുകിയിറങ്ങി. തലയണയെ നനച്ച് എത്രയൊക്കെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും ചിലപ്പോഴൊക്കെ സങ്കടം ഒരു തിരമാല പോലെ തന്നെ വന്നു മൂടും. എന്താടാ, എന്താ പറ്റിയത്? പെട്ടെന്നുള്ള ആ ഒരു ചോദ്യം കേട്ട് സുധീഷ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. തൊട്ടടുത്ത് കിടക്കുന്ന സുഭാഷ് ഉണർന്നു കിടക്കുമായിരുന്നു. സുഭാഷ് ഏട്ടന്റെ കണ്ണുകളിൽ വാത്സല്യം ഒപ്പം ഒരു സംശയം നിഴലിച്ചു നിന്നു. ഒന്നുമില്ല സുഭാഷേട്ടാ. സുധീഷ് പെട്ടെന്ന് തന്നെ കണ്ണു തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. തന്റെ സങ്കടം മറ്റാരും കാണരുത് എന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. ഒന്നുമില്ലെന്നോ? നീ കരയുന്നുണ്ടല്ലോടാ. എനിക്കറിയാം നിന്റെ ഉള്ളിൽ എന്തോ വലിയ സങ്കടം കിടക്കുന്നുണ്ടെന്ന്. നീയും നിധിയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? സുഭാഷിന്റെ സ്വരം അല്പം കനത്തു. തന്റെ അനിയന്റെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാൻ ആ ജ്യേഷ്ഠന് കഴിയുമായിരുന്നില്ല. അങ്ങനെയൊന്നുമില്ല സുഭാഷേട്ടാ, ഞങ്ങൾ തമ്മിൽ എന്ത് വഴക്ക്? സുധീഷ് നിർബന്ധപൂർവ്വം ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ആ ചിരിയിൽ പോലും ഒരു വിലാപം ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. നുണ പറയേണ്ട സുധീഷെ, ഇന്നലെ വൈകുന്നേരം നിങ്ങൾ രണ്ടുപേരും കൂടി പുറത്തു പോയിട്ട് വന്നിട്ട് ആ സമയം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്താ അവിടെ വെച്ചുണ്ടായത്? നീ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സുഭാഷ് വിടാൻ ഭാവമില്ലായിരുന്നു. അതൊന്നും അത്ര വലിയ കാര്യമൊന്നും പ്രത്യേകിച്ചൊന്നും തന്നെ ഉണ്ടായിട്ടില്ല സുഭാഷേട്ടാ. ഇനിയും അവിടെ ഇരുന്ന താൻ പൊട്ടിക്കരഞ്ഞു പോകുമെന്നും എല്ലാം തുറന്നു പറഞ്ഞു പോകുമെന്നും ഭയന്ന സുധീഷ് പതുക്കെ തിരിഞ്ഞു കിടന്നു. സുഭാഷേട്ടന് കാര്യം മനസ്സിലായി. അവർക്കിടയിൽ എന്തോ വലിയ പ്രശ്നം നടന്നിട്ടുണ്ട്. പുറമെ ചിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എരിയുന്ന ഒരു കനൽ ആ ബന്ധത്തിലുണ്ട്. പക്ഷേ അതിപ്പോ തുറന്നു പറയാൻ സുധീഷ് തയ്യാറല്ല. കൂടുതൽ നിർബന്ധിക്കാൻ നിൽക്കാതെ സുഭാഷും ഒരു നെടുവീർപ്പോടു കൂടെ വീണ്ടും കിടന്നു. പക്ഷേ ആ രാത്രി വീട്ടിൽ ഉറക്കം നഷ്ടപ്പെട്ടത് സുധീഷിന് മാത്രമായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ നേരം വെളുത്ത സമയത്ത് തന്നെ ഹാളിൽ ഹരീഷും നികേഷും ചായയും കുടിച്ച് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് അവരുടെ ചിരിയും കേൾക്കാം. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഉറക്കമൊഴിച്ചതിന്റെ ആ ഒരു ക്ഷീണം ആ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. ഒന്നും മിണ്ടാതെ അവൻ വന്നൊരു കസേരയിലേക്കിരുന്നു. അധികം വൈകാതെ തന്നെ നിധിയും അങ്ങോട്ടേക്ക് വന്നു. ഒരു വാടിയ പൂവ് പോലെയായിരുന്നു അവൾ. നികേഷിനെ കണ്ടപ്പോൾ അവൾ പതിയൊന്ന് ചിരിച്ചു. അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കാനും തുടങ്ങി. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന സുധീഷിനെയോ ഹരീഷിനെയോ അവർ മൈൻഡ് ചെയ്തില്ല. ചെയ്യാൻ തയ്യാറുമായിരുന്നില്ല. അവളുടെ ആ ഒരു അവഗണന സുധീഷിന്റെ നെഞ്ചിൽ ഒരു കൊള്ളി പോലെ തന്നെ തറച്ചു. നികേഷ് ഇത് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അല്ല നിധിയെടുത്തി, എന്താ ഒരു മ്ലാനത? സുധീഷ് ഏട്ടനോട് മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടോ? നികേഷ് പെട്ടെന്ന് ചോദിച്ചു. നിധി ഒന്ന് പകച്ചു. അവൾ പെട്ടെന്ന് തന്നെ സുധീഷിനെ ഒന്ന് പാളി നോക്കി. എന്നിട്ട് മുഖം തിരിച്ചു പറഞ്ഞു, എന്ത് പ്രശ്നം? അങ്ങനെയൊന്നുമില്ല. അല്ല, ഇന്നലെ വൈകുന്നേരം മുതൽ നിങ്ങൾ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോയി വന്നപ്പോ മുതൽ നിധിയെടുത്തിയുടെ മുഖം വല്ലാതിരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് തോന്നി. എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി പുറത്തു പോയതാണെന്നാ എനിക്ക് തോന്നിയത്. പക്ഷെ തിരിച്ചു വന്നതിന് ശേഷം ഏട്ടത്തി ആകെ അസ്വസ്ഥയാണ്. ഇനിയിപ്പോ സുധീഷ് ഏട്ടനുമായി വല്ല വഴക്കും കൂടിയോ? നികേഷ് വിടാൻ തയ്യാറായില്ല. ഇത് കേട്ട് സുധീഷ് പെട്ടെന്ന് തന്നെ ഇടപെട്ടു. അതൊന്നുമല്ലടാ, ഞങ്ങൾ തമ്മിൽ എന്ത് വഴക്കുണ്ടാവാനാ? നീ വെറുതെ ഒന്നും സങ്കല്പിക്കാതെ എന്നൊക്കെ അവൻ പറയുന്ന സമയത്തിന് നിധിയുടെ മുഖത്ത് ദേഷ്യം അവൻ കാണുന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞ് നികേഷ് വിഷയം മാറ്റി. കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും നിൽക്കാതെ നിധി അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. വീടിന്റെ പുറകുവശത്ത് അലക്കുകല്ലിന്റെ അടുത്തേക്കായിരുന്നു നിധി പോയത്. തുണികൾ അലക്കിയിട്ടിട്ട് ദേഷ്യത്തോടു കൂടെ തന്നെ അവൾ അടിക്കുകയാണ്. ഓരോ അടിയിലും അവളുടെ ഉള്ളിലെ സങ്കടവും രോഷവും അടിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ നടന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു. സോപ്പ് പതകൾക്കൊപ്പം അവളുടെ കണ്ണുനീരും ആ കല്ലിലേക്ക് അങ്ങ് ഇറ്റിറ്റി വീണു. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ടേക്ക് വന്നത്. അവനെ കണ്ടപ്പോൾ അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. മുഖം തിരിച്ചുകൊണ്ട് തന്നെ അവൾ വീണ്ടും തുണി അലക്കൽ തുടർന്നു. സുധീഷ് അവളുടെ തൊട്ടു പുറകിലായി വന്നു നിന്നു. കുറച്ചു നേരം അവൻ ആ ഒരു നിലനിൽപ്പ് തന്നെ നിന്നു. നിധി, സുധീഷ് വളരെ പതുക്കെ വിളിച്ചു. അവൾ കേട്ടതായി പോലും നടിച്ചില്ല. നിധി, നീ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കരുത്. എന്തിനാ നീ എന്നോട് ഇങ്ങനെ ശത്രുത കാണിക്കുന്നത്? അതിന് മാത്രം വലിയൊരു തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. സുധീഷിന്റെ ശബ്ദത്തിൽ വല്ലാത്ത ദയനീയത ഉണ്ടായിരുന്നു. ഇത് കേട്ട് നിധി പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു. അവളുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നുണ്ടായിരുന്നു. കയ്യിലിരുന്ന നനഞ്ഞ തുണി അവൾ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞു. തെറ്റ് ചെയ്തില്ലെന്നോ? ഒരു തെറ്റും സുധീഷ് ചെയ്തിട്ടില്ല അല്ലേ? അവളുടെ ശബ്ദം ഉയർന്നു. കള്ളത്തരത്തിലൂടെയായിരുന്നല്ലോ എന്റെ കഴുത്തിൽ ആ താലി ചാർത്തിയത്. എന്റെ ആധാർ കാർഡ് കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു. ഇത്രയും നാൾ എന്നെ വിഡ്ഢിയാക്കി പറ്റിക്കുകയായിരുന്നില്ലേ? ശരിക്കും നിങ്ങൾ ഒരു ചതിയനാണ്. അവളുടെ വാക്കുകൾ സുധീഷിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. പക്ഷെ അവൻ സംയമനം പാലിച്ചു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത് നിധി? അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അനുജന്മാർക്ക് എന്നെ കുറിച്ച് എന്ത് തോന്നും? നീ അത് ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു വലിയ കള്ളത്തരമാണെന്ന് നിനക്ക് തോന്നാം. പക്ഷെ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നില്ലേ ഞാനന്ന് ആ താലി നിന്റെ കഴുത്തിൽ കെട്ടിയിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ അവസ്ഥ എന്താവുമായിരുന്നു? ആ സൂര്യയെ കൊണ്ട് നിന്റെ വീട്ടുകാർ നിന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുമായിരുന്നു.
നിന്റെ ജീവിതം തന്നെ അവിടെ അങ്ങ് തീർന്നു പോവില്ലായിരുന്നോ? വേണ്ട, നിർത്ത്. നിധി കൈകൾ കൂപ്പി. വെറുതെ സുധീഷ് ഓരോന്നും പറഞ്ഞ് ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കാനൊന്നും വരണ്ട. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു നിധി. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാ എന്റെ വിശ്വാസം. പിന്നെ ആ ആധാർ കാർഡിന്റെ കാര്യം, ആ ആധാർ കാർഡ് വെച്ചുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമുള്ളത്? അതുകൊണ്ട് നിനക്ക് തന്നെയാ പ്രയോജനം ഉണ്ടാവാൻ പോകുന്നത്. എന്ത് പ്രയോജനം? എന്നെ ചതിക്കാനുള്ള മറ്റൊരു വഴിയായിരുന്നു അതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്നെ ചതിക്കാനായിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നിനക്കിപ്പോ അത്യാവശ്യം സ്കൂട്ടി ഓടിക്കാൻ അറിയാമല്ലോ. നിനക്കൊരു ലൈസൻസ് എടുക്കാൻ വേണമെങ്കിൽ ഇവിടുത്തെ അഡ്രസ്സ് തന്നെ വേണം. അതിനു വേണ്ടിയാ ഞാൻ ആധാർ കാർഡിലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കൊടുത്തത്. അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. എനിക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിധി ആശയക്കുഴപ്പത്തോടുകൂടി അവനെ നോക്കി. അതൊക്കെ മനസ്സിലായിക്കോളും. കാരണം നിനക്കിപ്പോ ലൈസൻസ് കിട്ടണമെങ്കിൽ ഇവിടുത്തെ അഡ്രസ്സ് മാറ്റിയാൽ മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് ലൈസൻസ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത്രയും പറഞ്ഞ് സുധീഷ് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. നിധി അപ്പോഴും എന്തൊക്കെയോ ആലോചിച്ച് അവിടെ തന്നെ നിന്നു. കുറച്ചു സമയം കഴിഞ്ഞ് പുറത്ത് ഗേറ്റിന്റെ പോസ്റ്റ്മാൻ വന്ന് ബെല്ലടിച്ചു. നികേഷ് ഓടിച്ചെന്ന് ആരാണെന്ന് നോക്കി. നിധി ആരാ? പോസ്റ്റ്മാൻ ചോദിച്ചു. ഉടനെ തന്നെ നിധിയെ വിളിച്ചു. നിധി വന്നപ്പോ ഒപ്പിട്ട് വാങ്ങാൻ വേണ്ടി പോസ്റ്റ്മാൻ പറഞ്ഞു. നിധി ഒപ്പിട്ട് കൊടുത്ത് ആ ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് വാങ്ങി. പോസ്റ്റ്മാൻ പോയപ്പോ സുധീഷും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അല്ല നിധിയെടുത്ത് എന്താ അതില്? നികേഷ് ആകാംക്ഷയോട് ചോദിച്ചു. അറിയില്ലടാ, എനിക്കൊന്നും അറിയില്ല. എന്താന്ന് നോക്കട്ടെ. നിധി ആ ഒരു കവർ പൊട്ടിച്ചു നോക്കി. അതിൽ പുതിയൊരു ആധാർ കാർഡ് പുറത്തു വന്നു. നികേഷ് അത്ഭുതത്തോട് ചോദിച്ചു. അല്ല നിധിയെടുത്തി, ഏട്ടത്തിയുടെ കയ്യിൽ ആധാർ കാർഡ് ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇതെങ്ങനെയാ പുതിയത് വന്നത്? എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയപ്പോ എന്റെ ആധാർ കാർഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, നിധി സംശയത്തോടെ പറഞ്ഞു. പിന്നെ ഇതെങ്ങനെയാ അപ്ലൈ ചെയ്യാതെ ഇങ്ങനെ പുതിയൊരെണ്ണം വരും? ഞാൻ എന്തൊന്ന് നോക്കട്ടെ. നികേഷ് ആധാർ കാർഡ് അവളുടെ കയ്യിലങ്ങ് ഏറ്റുവാങ്ങി. പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്തൊരു ഞെട്ടലുണ്ടായി. നിധിയെടുത്തി, ഇതിനകത്ത് അഡ്രസ് വായിച്ചിരുന്നോ? നികേഷ് ചോദിച്ചു. ഇല്ല, എന്താ അതില്? ഇത് കണ്ടോ? നിധി, വൈഫ് ഓഫ് സുധീഷ്. നമ്മുടെ വീട്ടിലെ അഡ്രസ് ആണല്ലോ ഇതിലുള്ളത്. നിധിയെടുത്തിന്റെ അഡ്രസ് മാറ്റാൻ കൊടുത്തിരുന്നോ? നികേഷ് വളരെ നിഷ്കളങ്കമായി ചോദിച്ചു. നിധിയുടെ തലക്ക് മുകളിൽ ഒരു ഇടുത്തി വീണതുപോലെയായി. അവൾ ഞെട്ടലോടുകൂടി ആ ആധാർ കാർഡിലേക്ക് നോക്കി. സത്യമാണ്, വൈഫ് ഓഫ് സുധീഷ്. അവൾ തറഞ്ഞുപോയി. താൻ മാറ്റാൻ കൊടുക്കാതെ അതെങ്ങനെ മാറി? അവൾ പെട്ടെന്ന് സുധീഷിനെ നോക്കി. സുധീഷ് യാതൊരുവിധ ഭാവവ്യത്യാസമില്ലാതെ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ തന്നെ നിൽക്കുകയാണ്. നികേഷിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുന്നിൽ പ്രവർത്തിച്ചത് സുധീഷ് തന്നെയാണെന്ന് അവന് ഉറപ്പായി. സുധീഷാണോ അത് മാറ്റിയത്? നിധിയുടെ കണ്ണുകളിൽ തീ പാറി. അതെ, സുധീഷ് വളരെ ശാന്തമായി മറുപടി പറഞ്ഞു. നിനക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്റെ പേരിലേക്ക് മാറ്റണമായിരുന്നു. നിനക്ക് ഇവിടെ ഒരു അഡ്രസ്സ് വേണ്ടേ? അതുകൊണ്ടാ ഞാൻ മാറ്റിയത്. സാരമില്ല നിധി, ഇതിപ്പോ തൽക്കാലത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടില്ലേ. നിനക്കിനി ലൈസൻസ് കിട്ടുമ്പോ നിന്റെ അച്ഛന്റെ പേര് ചേർത്ത് നിധി രാജീവ് എന്ന് വീണ്ടും ആധാർ കാർഡിലേക്ക് മാറ്റിയാൽ കുഴപ്പമില്ലല്ലോ. എന്റെ പേര് അവിടെ കിടക്കുന്നത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. സുധീഷ് വളരെ ലാഘവത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. അതുവരെ ഇങ്ങനെ കിടന്നോട്ടെ. ഞാൻ ചെയ്തതൊരു തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിനക്ക് ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു നല്ല കാര്യമായിട്ട് മാത്രം ഇതിനെ കണ്ടാ മതി. അവൻ അത് പറയുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നികേഷിനെ മുന്നിൽ വെച്ച് കൂടുതലൊന്നും പറയാൻ കഴിയാതെ അവൾ ആധാർ കാർഡും പിടിച്ച് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറിപ്പോയി. നിധി അകത്തേക്ക് പോയപ്പോ നികേഷ് സുധീഷിന്റെ അടുത്തേക്ക് വന്നു. അവന്റെ മുഖത്ത് കുസൃതി നിറഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു. സത്യം പറ സുധീഷേട്ടാ, എന്താ ഇവിടെ സംഭവിച്ച്? എന്തായാലും സുധീഷേട്ടൻ ഒന്നും കാണാതെ വെറുതെ ഇങ്ങനെ ഒരു പണി ചെയ്യില്ല എന്ന് എനിക്കത് നന്നായിട്ടറിയാം. സുധീഷ് ഒന്ന് പൊട്ടിച്ചിരിച്ചു. എടാ, നീ എന്താ വിചാരിച്ചു കൊണ്ടിരുന്നേ? നീ ഇപ്പൊ കണ്ടില്ലേ ആ ആധാർ കാർഡിലെ പേര്? നിധി, വൈഫ് ഓഫ് സുധീഷ്. ഇനിയിപ്പോ അവൾ ഇതിന്റെ പേരിൽ ഇച്ചിരി ഇങ്ങ് ഉഷ്ണിക്കും. എന്തിന്? അതൊന്ന് മാറ്റാൻ വേണ്ടിയാണോ? നികേഷ് സംശയത്തോട് ചോദിച്ചു. അതേടാ, അതൊക്കെയുണ്ട്. സുധീഷ് ഒരു ചിരിയോടുകൂടെ ആ കാര്യം നികേഷിനോട് വിശദീകരിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഹരീഷിന്റെ വർക്ക്ഷോപ്പിൽ പോയിരുന്നു. സുധീഷ് ഫോണിൽ കുറെ നേരമായി അവൻ എന്തൊക്കെയോ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഭയങ്കര പണിയിലായിരുന്നു കക്ഷി. ഇത് കണ്ട് സംശയം തോന്നിയ ഹരീഷ് അന്ന് ചോദിച്ചു. എന്താണ് സുധീഷ് വന്നതു മുതൽ ഫോണിൽ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുന്നതെന്ന്? അതെ, അത്യാവശ്യം ഒരു കാര്യം ചെയ്യാനുണ്ട്, സുധീഷ് പറഞ്ഞു. എന്ത് കാര്യം? അത് നിധിയുടെ അഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. അഡ്രസ് ചേഞ്ച് ചെയ്യോ? അതെങ്ങനെയെന്ന് ഹരീഷ് അത്ഭുതത്തോട് ചോദിച്ചു. എടാ, അവളിപ്പോ എന്റെ ഭാര്യയല്ലേ. അപ്പൊ പിന്നെ എന്റെ ഭാര്യയാകുമ്പോ എന്റെ ആധാർ കാർഡിലെ ഒരു കോപ്പി എടുത്താൽ മതി. അപ്പോ എന്റെ അഡ്രസ് ആക്കാനൊക്കെ എളുപ്പം പറ്റും. സുധീഷ് എല്ലാം കൃത്യമായി തന്നെ ഫോണിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ അത് ഫോണിൽ കൂടി ചെയ്യാൻ പറ്റുമോ? എടാ, അതൊക്കെ നേരത്തെ ആയിരുന്നു. ഇപ്പൊ ഫോണിൽ കൂടെ എല്ലാം ചെയ്യാം. നേരത്തെ നമ്മൾ അക്ഷയ സെന്ററിലേക്ക് പോയിട്ട് ഇതൊക്കെ നോക്കണമായിരുന്നു. ഇപ്പൊ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവർ ചോദിക്കുന്ന രേഖകളൊക്കെ കൊടുത്താൽ മതി. ഹാ, അത് കൊള്ളാലോ. എനിക്കത് അറിയത്തുണ്ടായിരുന്നില്ല. അല്ലോ, ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ മാറ്റുന്നത്? അതോ, ആവശ്യമുണ്ട്. അവൾക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടാ, സുധീഷ് ഒരു കള്ളച്ചിരിയോടുകൂടെ പറഞ്ഞു. ഹരീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാര്യം എനിക്ക് മനസ്സിലായി. ഈ കഥ മുഴുവൻ സുധീഷ് നികേഷിനോട് പറഞ്ഞു തീർത്തപ്പോൾ നികേഷ് അന്തം വിട്ടുപോയി. സുധീഷ് ഏട്ടൻ ആള് കൊള്ളാമല്ലോ.
എടാ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ കാര്യമുണ്ട്. ഇനിയിപ്പോ അവളുടെ വീട്ടിലെ അച്ഛന്റെ പേരിൽ ആധാർ കാർഡ് മാറ്റണമെങ്കിൽ ഇത്തിരി ഉഷ്ണിക്കും. കുറെ അങ്ങ് നടക്കേണ്ടി വരും. ഡിവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് അവൾ ഓടി നടക്കുന്നുണ്ട്. പക്ഷേ ആധാർ കാർഡിലെ പേര് മാറ്റണമെങ്കിൽ ഇനി അവൾ ഒന്ന് കഷ്ടപ്പെടും. ഒടുവിൽ അവൾക്ക് തന്നെ തോന്നും വൈഫ് ഓഫ് സുധീഷ് തന്നെ മതിയെന്ന്. നികേഷ് കുറച്ചുനേരം ആലോചിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, വെറുതെ അല്ല സുധീഷേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതല്ലേ? പിന്നല്ലാതെ. ഒന്ന് കാണാതെ ഞാൻ ഒന്നൊന്നും ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? ഈ സുധീഷിനോടാ അവളുടെ കളി. നീ കണ്ടോ, ഒടുവിൽ സുധീഷിന്റെ ഭാര്യയായിട്ട് തന്നെ അവൾ ഇവിടെ ജീവിക്കും. അതിനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെ അവളെ വിട്ടുകൊടുക്കാനൊന്നും ഞാൻ ഒരുക്കമല്ല. സുധീഷിന്റെ കണ്ണുകളിൽ നിധിയോടുള്ള പ്രണയവും അവളുടെ സ്വന്തമാക്കാനുള്ള ആ ഒരു വാശിയും ഒരുപോലെ തന്നെ നിറഞ്ഞു നിന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിധിയെ കൂട്ടിക്കൊണ്ട് സുധീഷ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടു. എത്രയും പെട്ടെന്ന് തന്നെ നിധിക്ക് ലൈസൻസ് കിട്ടണം. കാരണം ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സുധീഷിന്റെ പേര് മാറ്റാനായിട്ട് അവൾക്ക് പറ്റത്തുള്ളൂ. അതുമാത്രല്ല, ഇനിയിപ്പോ സ്കൂട്ടി ഓടിച്ച് ഓഫീസിലേക്ക് പോയി വരാനൊക്കെ ചെയ്യണല്ലോ. അങ്ങനെ ഒടുവിൽ തോമസ് ഏട്ടന്റെ ഡ്രൈവിംഗ് സ്കൂൾ ഓഫീസിലേക്കാണ് സുധീഷ് നിധിയെ കൂട്ടിക്കൊണ്ട് ചെന്നത്. നിധിയെ കണ്ടപ്പോൾ തോമസ് ഏട്ടൻ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഇരിക്കുമോളെ, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ? തോമസ് ഏട്ടൻ വാത്സല്യത്തോട് ചോദിച്ചു. കുഴപ്പമില്ല ചേട്ടാ, നിധി പതിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവന് പിന്നെ കാണാനൊന്നും പറ്റിയില്ല. 1-2 വട്ടം കല്യാണത്തിന് ശേഷം കണ്ടിട്ടേ ഉള്ളൂ. അപ്പോ എന്താ മോളെ, എന്തിനാ വന്നത്? തോമസ് ഏട്ടൻ ചോദിച്ചു. അന്നേരം സുധീഷ് മറുപടി പറഞ്ഞു, അതെ, നിധിക്കൊരു ലൈസൻസിന്റെ കാര്യത്തിന് വേണ്ടി വന്നതാ. അതെന്താ, നമുക്ക് നോക്കാലോ. ഏത് ലൈസൻസിന്റെ ആണെന്ന് പറ. സ്കൂട്ടിയുടെ ലൈസൻസ് ആണ് ചേട്ടാ. ശരി മോളെ, ഒരു കാര്യം ചെയ്യാം. ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തതാ. തോമസ് ഏട്ടൻ ഒരു ആപ്ലിക്കേഷൻ ഫോം നിധിക്ക് നേരെ നീട്ടി. പിന്നീട് കുറെ സമയം വീട്ടുകാര്യങ്ങളും വിശേഷങ്ങളൊക്കെ തോമസ് ഏട്ടൻ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. ഫോം ഒക്കെ ഫില്ല് ചെയ്ത് നിധി കൊടുത്തു. അപ്പോഴാണ് ഫോട്ടോ ഒട്ടിക്കാനുള്ള ഒരു കാര്യം ഓർമ്മ വന്നത്. ഒരു ഫോട്ടോ ഒട്ടിക്കണം മോളെ എന്ന് തോമസ് ഏട്ടൻ പറഞ്ഞു. നിധി തന്റെ കയ്യിലുള്ള കവറിൽ നിന്ന് ഫോട്ടോ എടുത്തു. അപ്പോഴേക്കും സുധീഷ് പെട്ടെന്ന് തന്നെ ഇടപെട്ടു. അതെ, ഗം അപ്പുറത്തിരിക്കുവാണെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ട് ഒട്ടിച്ചിട്ട് വരാം. എത്രയും പറഞ്ഞ കൂട്ടത്തിൽ നിധിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോട്ടോയും കവറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് സുധീഷ് അങ്ങോട്ടേക്ക് മാറി നിന്നു. ആരും കാണാതെ ഇടത്തേക്ക് മാറി നിന്ന് സുധീഷ് വളരെ വേഗം ആ കവറിൽ നിന്നും ആ നിധിയുടെ ഫോട്ടോ അടിച്ചു മാറ്റി തന്റെ പോക്കറ്റിലേക്ക് വെച്ചു. ഒരു ഫോട്ടോ എന്റെ കയ്യിൽ ഇരിക്കട്ടെ, എനിക്ക് അത്യാവശ്യം വരും. അവളുടെ ഒരു ഫോട്ടോ പോലും ഇതുവരെ എന്റെ കയ്യിലില്ലല്ലോ. അതുകൊണ്ട് ഈ ഫോട്ടോ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അവൻ അത് മാറ്റിവെച്ചത്. അതിനുശേഷമാണ് ലൈസൻസിന് അപ്ലൈ ചെയ്യാനുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവൻ ഫോമിൽ ഇങ്ങനെ ഒട്ടിക്കുന്നത്. എല്ലാം കൃത്യമായി ഒട്ടിച്ച് സുധീഷ് അത് തോമസ് ഏട്ടന്റെ കയ്യിൽ കൊടുത്തു. ഫോം വാങ്ങി നോക്കിയിട്ട് തോമസ് ഏട്ടൻ പറഞ്ഞു, അതെ, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. സുധീഷിനോട് പറഞ്ഞോളാം. അപ്പോ അതുപോലെ തന്നെ ചെയ്താൽ മതി. നിധിക്കും ഭയങ്കര സന്തോഷമായി. പക്ഷെ അവൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അഡ്രസ്സ് മാറ്റണം. അല്ലെങ്കിൽ അത് തനിക്കിട്ടുള്ള ഒരു പണിയായിരിക്കുമോ എന്നൊരു പേടിയും അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇനിയിപ്പോ ഡിവേഴ്സിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഡിവേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ വൈഫ് ഓഫ് സുധീഷ് എന്ന പേരിൽ ആധാർ കാർഡ് കിടക്കുന്നത് ശരിയാകേണ്ട കാര്യമുണ്ടല്ലോ. അതൊരു വലിയ നൂലാമാലാകുമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന സുധീഷിന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. ഇനിയിപ്പോ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും എന്തൊക്കെ തന്നെ പറഞ്ഞാലും കുറെ കാലത്തിനൊക്കെ ഇവൾക്ക് ഇനി ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ചിന്ത അവന് വലിയൊരു ആശ്വാസം നൽകി. തന്നിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും തന്നെ അവൾക്ക് ഓടിപ്പോവാൻ കഴിയില്ല. ആ ആധാർ കാർഡിലെ പേരെങ്കിലും താൻ അവളുടെ ഭർത്താവായിരിക്കുമല്ലോ എന്ന ആ ഒരു സന്തോഷം അവനിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നു. ഒരു പുഞ്ചിരിയോടുകൂടെ അവൻ നിധിയെ നോക്കി. അവളെ സ്വന്തമാക്കാനുള്ള പുതിയ വഴികൾ അവന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.